മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ ഈ ഡോക്ടർക്കാകാനായിട്ട് കുട്ടികൾ പഠിക്കുന്ന മെഡിക്കൽ വിദ്യാഭ്യാസം ഉണ്ടല്ലോ, ആ വിദ്യാഭ്യാസത്തിൽ അവർ മൃതദേഹങ്ങളെ കഡാവറിനെ വിളിക്കുന്നത് സൈലന്റ് ടീച്ചർ എന്നാണ്. നിശബ്ദനായ അധ്യാപകൻ ഒന്നും മിണ്ടാതെ ആ മൃതദേഹങ്ങൾ അവരെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിൽ ആദ്യ വർഷം കയറുമ്പോൾ വിദ്യാർത്ഥികളെ കൊണ്ട് എടുപ്പിക്കുന്ന ഒരു സത്യപ്രതിജ്ഞയുണ്ട്, കഡാവറിക്കോത്ത്. തങ്ങളുടെ പഠനത്തിനായി ശരീരം വിട്ടു തന്ന ആ വ്യക്തിയോട് ആദരവ് കാണിക്കുമെന്ന പ്രതിജ്ഞ. ആ പ്രതിജ്ഞയൊക്കെ ചൊല്ലിയ ഒരു സ്ത്രീ മെഡിക്കൽ കോളേജിൽ പഠനത്തിനായി നൽകിയ ഭൗതിക ശരീരത്തെ കുറിച്ചിട്ട് ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഷോയിൽ ലൈംഗിക ചുവയുള്ള തമാശകൾ ഉണ്ടാക്കുന്നു. അത് കേട്ടിട്ട് ആളുകൾ ആർത്ത് ചിരിക്കുന്നു. നമ്മൾ തൊട്ട് മുന്നേ ഉള്ള വീഡിയോയിൽ ചർച്ച ചെയ്ത ആ 370 രൂപ ബിരിയാണി വിവാദമുണ്ടായ അതേ കോമഡി ഷോയിൽ നിന്ന് തന്നെയാണ് ഈ ഒരു അതിഭീകരമായിട്ടുള്ള വിവരക്കേടും പുറത്തു വന്നിരിക്കുന്നത്. മുംബൈയിലെ പ്രശസ്തമായ KEM ഹോസ്പിറ്റലിലെ MBBS വിദ്യാർത്ഥിനിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായിട്ടുള്ള ഡോക്ടർ സേജൽ പവാർ അനാട്ടമി ലാബിലെ ആൺമൃതദേഹങ്ങളുടെ സ്വകാര്യ ഭാഗങ്ങളുടെ വലുപ്പത്തെക്കുറിച്ചിട്ട് താനും കൂട്ടുകാരികളും ചേർന്ന് താരതമ്യം ചെയ്യാറുണ്ടെന്നും ഡിസെക്ഷൻ നടത്തുമ്പോൾ ആ പ്രധാന ഭാഗം ഏറ്റവും ഒടുവിലത്തേക്കായി മാറ്റിവെക്കാറുണ്ടെന്നും യാതൊരുവിധ ലജ്ജയുമില്ലാതെ അങ്ങേയറ്റം കൂളായിട്ട് ആ വിദ്യാർത്ഥിനി വേദിയിൽ വിളിച്ചു പറയുകയാണ്. ആ ചിക്കൻ ബിരിയാണി വിഷയത്തിൽ നമ്മൾ കണ്ടത് ജീവനുള്ള ഒരു സ്ത്രീക്കെതിരെയുള്ള അതിക്രമമാണെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നത് മരിച്ച ഒരു മനുഷ്യൻ്റെ ശരീരത്തോടുള്ള ലൈംഗിക അധിക്ഷേപവും അനാദരവുമാണ്. ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഡോക്ടർമാരിൽ പല ആളുകളും ഈ സാഹചര്യങ്ങളൊക്കെ കൂടുതലായി കാണുന്ന സമയത്ത് പോകാറുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു സാഹചര്യം കൂടി നമുക്ക് വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം. ഈ മനുഷ്യനെ കാണാതെ മനുഷ്യപ്പറ്റില്ലാതെ മത്സര പരീക്ഷ ജയിക്കാൻ വേണ്ടി മാത്രം ചട്ടം പഠിപ്പിച്ച് പ്രോഗ്രാം ചെയ്ത ഒരു റോബോട്ടിന് അഡ്മിഷൻ കിട്ടുന്ന സമയത്തും വികാരമൊക്കെ കാര്യമായിട്ട് കുറയും. പിന്നെ നമുക്ക് മനസ്സിലാവാത്ത ഒരു സാധാരണത ഇതിലുണ്ട് കേട്ടോ. ഈ മെഡിക്കൽ കോളേജുകളിൽ ദിവസവും ഇങ്ങനെ ശവശരീരങ്ങളൊക്കെ കണ്ട് കാലക്രമേണ അവരുടെ മനസ്സിലാ ഒരു ഭയവും ബഹുമാനവും ഒക്കെ ചിലപ്പോൾ കുറയാനായിട്ടുള്ള സാധ്യത ഉണ്ടായിരിക്കാം. ഈ മൃതദേഹങ്ങളോടൊക്കെ ഡോക്ടർമാർക്കിടയിൽ ഇതുമായി ബന്ധപ്പെട്ട ചില ബ്ലാക്ക് ഹ്യൂമറുകളൊക്കെ സാധാരണമാണ്. ഈ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ അടച്ചിട്ട മുറികളിൽ അവരത് ഉപയോഗിക്കാറുണ്ട് എന്നുള്ള കമൻറ്റുകളും ഈ ഒരു വീഡിയോയുടെയൊക്കെ കമൻറ്റ് ബോക്സിൽ കാണാൻ സാധിക്കും. എന്നാൽ അത് പൊതുവേദിയിൽ വന്ന് വിളിച്ചു പറയുമ്പോൾ അതൊരു മാനസിക വൈകല്യമായിട്ടൊക്കെ കൺസിഡർ ചെയ്യപ്പെടും. ശാസ്ത്രത്തിൻ്റെ പുരോഗതിക്കായിട്ട് സ്വന്തം ശരീരം ദാനം ചെയ്ത ഒരു മനുഷ്യൻ്റെ അവശിഷ്ടങ്ങളെയാണ് ഇവരിങ്ങനെ 4 പേരുടെ മുമ്പ് ഇരുന്നിട്ട് ചിരിക്കാൻ വേണ്ടി വിറ്റ് കാശാക്കിയത്. ഇത് ഭാവിയിൽ ഈ ബോഡി ഡൊണേഷനൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ വിശ്വാസത്തെ തകർക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു വിഷയത്തിൽ ഈ ആൺ പെൺ വേർതിരിവ് സംവാദങ്ങൾ എന്ന് പറയുന്നത് പക്വത കുറവ് തന്നെയാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന മറ്റേ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഇൻസൽ ആണുങ്ങൾ മറ്റവൻ അതിക്രമം നടത്തിയതിനെ ന്യായീകരിക്കാൻ വേണ്ടി എടുത്ത് കൂടുതലായിട്ട് തട്ടുന്ന ഒരു മറുവാദമായിട്ടാണ് പലപ്പോഴും ഇതിനെ നമ്മൾ കാണുന്നത്. ശരിക്കും ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടത് ഈ പ്രൊഫഷണൽ എത്തിക്സുമായി ബന്ധപ്പെട്ട ആ ഒരു ഏരിയയിലാണ്. അപ്പോൾ അവിടേക്ക് ഇതൊരു സ്ത്രീ ആയതുകൊണ്ട് മറ്റേതങ്ങ് കണക്ട് ചെയ്തിട്ട് അവനെ അങ്ങോട്ട് ന്യായീകരിക്കാം എന്നുള്ള രീതിയിലേക്കൊക്കെ അത്ര പക്വത കുറവൊന്നും കാണിക്കാതിരിക്കുക. അപ്പം അങ്ങനെയുള്ള ദുരുദ്ദേശങ്ങളൊന്നും ഉണ്ടാവരുത്. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു പ്രൊഫഷണൽ എത്തിക്സുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്.